നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ വ്യാഴമാറ്റത്തിന്റെ ഫലമായി മേടക്കൂറുകാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദത്തിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. 2026 ജൂൺ 2-ാം തീയതി രാത്രി 1:50 വ്യാഴം രാശി മാറുന്നു. വ്യാഴം മേടം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്കാണ് സഞ്ചരിക്കുന്നത്. നക്ഷത്രപ്രകാരം കണക്കാക്കിയാൽ പുണർദം നക്ഷത്രത്തിന്റെ 3-ാം പാദത്തിൽ നിന്നും പുണർദത്തിന്റെ തന്നെ 4-ാം പാദത്തിലേക്കാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 2026 ജൂണിലെ വ്യാഴമാറ്റം മേടക്കൂറുകാർക്ക് വലിയ പുരോഗതി കൊണ്ടുവരുന്ന ഒരു സമയം കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശദമായി തന്നെ നമുക്ക് ഫലം പരിശോധിക്കാം. വ്യാഴമാറ്റം ഇവരുടെ തൊഴിൽ, സാമ്പത്തികം, കുടുംബജീവിതം, സ്നേഹബന്ധങ്ങൾ, ഗൃഹസംബന്ധിയായ കാര്യങ്ങൾ, കൂടാതെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന രീതിയിൽ ഘട്ടം ഘട്ടമായിട്ടാണ് ഈ വീഡിയോ വിശദമായി പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൺ ചെയ്തിടുന്നതിനും ഓർമ്മിപ്പിക്കുന്നു. 9, 12 ഭാവാധിപത്യം വഹിച്ച വ്യാഴം മേടക്കൂറുകാർക്ക് 4-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. വ്യാഴത്തിന് ഇവരുടെ 8, 10, 12 ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട്. അതായത് വ്യാഴമാറ്റം പ്രധാനമായും ഇവരുടെ ജോലി, ഭാഗ്യം, ചെലവുകൾ, മാതാവ്, സ്ഥലം, കച്ചവടം, കൃഷി, ആത്മീയത, പെട്ടെന്നുള്ള മാറ്റങ്ങൾ എന്നീ കാര്യങ്ങളെ നേരിട്ട് സ്വാധീനിക്കും. ഈ വ്യാഴമാറ്റം മേടക്കൂറുകാർക്ക് ആത്മീയമായും ഭൗതികമായും വലിയൊരു ഉണർവാണ് നൽകാൻ പോകുന്നത്. ഇവരുടെ ജീവിതത്തിൽ പൂർവജന്മ സുകൃതം പ്രകടമാകുന്ന ഒരു സമയമാണിത്. ഈശ്വരാനുഗ്രഹവും ദൈവാനുകൂല്യവും എപ്പോഴും ഇവരുടെ കൂടെ ഉണ്ടാകും. ഉന്നത വിദ്യാഭ്യാസത്തിനും ഉപരിപഠനത്തിനുമായി ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച വിഷയം പഠിക്കാനും ഉന്നത വിജയം കൈവരിക്കാനും സാധിക്കും. ദീർഘദൂര യാത്രകളും വിദേശയാത്രകളും ഇവർക്ക് വലിയ വിജയങ്ങളും പുതിയ അനുഭവങ്ങളും സമ്മാനിക്കും. ആത്മീയ ജ്ഞാനം തേടിയുള്ള യാത്രകൾ മനസ്സിന് വലിയ സമാധാനം നൽകും. ജീവിതത്തിൽ വലിയ തോതിലുള്ള സുഖഭോഗങ്ങളും മനസ്സമാധാനവും സന്തോഷവും ഇവർക്ക് അനുഭവപ്പെടും. നിഗൂഢമായ കാര്യങ്ങൾ പഠിക്കാനും ഗവേഷണ മനസ്സോടെ കാര്യങ്ങൾ കാണാനും ഇവർക്ക് സാധിക്കും. ജ്യോതിഷം, ആത്മീയ രഹസ്യങ്ങൾ എന്നിവ അറിയാനുള്ള താല്പര്യം വർദ്ധിക്കും. അവിചാരിതമായി പെട്ടെന്നുണ്ടാകുന്ന ഭാഗ്യം, അതായത് ലോട്ടറിയോ അല്ലെങ്കിൽ മുൻപ് പ്രതീക്ഷിക്കാത്ത അനന്തരാവകാശ സ്വത്തോ ഇവരുടെ കൈകളിൽ വന്നു ചേരാൻ ഈ സമയം വഴിയൊരുക്കും. പങ്കാളിയുടെ സ്വത്ത് അനുഭവയോഗ്യമാകുകയും ഔദ്യോഗിക ജീവിതത്തിലും ബിസിനസ്സിലും പുതിയ ഉയർച്ചകൾ ഉണ്ടാകുകയും ചെയ്യും. സമൂഹത്തിൽ നല്ലൊരു സ്ഥാനവും പദവിയും അംഗീകാരവും നേതൃത്വവും ഇവർക്ക് കൈവരും. നിഗൂഢമായ കാര്യങ്ങൾ പഠിക്കാനും ഗവേഷണ മനസ്സോടെ കാര്യങ്ങൾ കാണാനും ഇവർക്ക് സാധിക്കും. ജ്യോതിഷം, ആത്മീയ രഹസ്യങ്ങൾ എന്നിവ അറിയാനുള്ള താല്പര്യവും ഈ സമയം വർദ്ധിക്കും. സ്വന്തമായി ഭൂമി വാങ്ങാനും കൃഷിയിൽ വലിയ പുരോഗതി നേടാനും പുതിയ വീട് വെക്കാനോ വസ്തുവകകൾ വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യവും ഈ സമയത്ത് തെളിഞ്ഞു വരും. സ്വന്തമായി പുതിയ വാഹനം വാങ്ങാനും അത് യാതൊരു തടസ്സവുമില്ലാതെ ഉപയോഗിക്കാനുമുള്ള യോഗം ഇവർക്കുണ്ടാകും. കുടുംബത്തിലേക്ക് വന്നാൽ അമ്മയുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകുകയും അമ്മയുടെ സ്നേഹവും പിന്തുണയും ഇവർക്ക് വലിയൊരു കരുത്തായി മാറുകയും ചെയ്യും. വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്ക്, പ്രത്യേകിച്ച് അടിസ്ഥാന വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും മത്സര പരീക്ഷകൾ എഴുതുന്നവർക്കും ഈ സമയം വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. ഈ സമയത്ത് ഇവരുടെ ആയുസ് ബലപ്പെടുകയും ശാരീരിക ഉന്മേഷം വർദ്ധിക്കുകയും ചെയ്യും. ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വഴി സമൂഹത്തിൽ വലിയ ബഹുമാനവും സൽകീർത്തിയും ഇവരെ തേടിയെത്തും. ധനപ്രാപ്തിക്കുള്ള പല പുതിയ വഴികളും ഇവർക്ക് മുന്നിൽ തുറക്കപ്പെടും. അച്ഛനുമായുള്ള ബന്ധത്തിലോ പിതൃസ്വത്തിന്റെ കാര്യത്തിലോ തുടക്കത്തിൽ ചെറിയ തടസ്സങ്ങൾ തോന്നിയാൽ പോലും
നിങ്ങളുടെ പക്വതയാർന്ന പെരുമാറ്റം കൊണ്ട് അതെല്ലാം മാറി അച്ഛന്റെ പൂർണ്ണമായ പിന്തുണയും സ്നേഹവും ഇവർക്ക് ലഭിക്കും. ഗുരുക്കന്മാരുമായും ഉപദേഷ്ടാക്കളുമായും ഉണ്ടാകുന്ന ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി അവരുടെ ഉപദേശങ്ങൾ ജീവിതത്തിൽ വലിയൊരു ഗൈഡൻസ് ആയി മാറുന്ന അവസ്ഥയുണ്ടാകും. ഉന്നത വിദ്യാഭ്യാസത്തിനോ ഉപരിപഠനത്തിനോ വേണ്ടി ദൂരദേശങ്ങളിലേക്കോ വിദേശത്തേക്കോ പോകേണ്ടി വരുമ്പോൾ വലിയ ചിലവുകൾ വരുമെങ്കിലും ഭാവിയിൽ അത് വലിയൊരു ധനപ്രാപ്തിക്കും ഉന്നതമായ കരിയറിനും വഴിയൊരുക്കും. ആരോഗ്യത്തിന്റെ കാര്യം നോക്കിയാൽ യാത്രകളിലോ മറ്റോ ഉണ്ടാകാനിടയുള്ള ചെറിയ അപകടങ്ങളെയും ആപത്തുകളെയും ഇവരുടെ പൂർവജന്മ സുഹൃതവും ശക്തമായ ഈശ്വര അനുഗ്രഹവും കാരണം വളരെ അത്ഭുതകരമായി മറികടക്കാൻ സാധിക്കും. വിഷമുള്ള ജന്തുക്കൾ, തേനീച്ച എന്നിവയുടെ ചെറിയ കുത്തുകളോ അല്ലെങ്കിൽ ആയുധങ്ങൾ കൊണ്ടുള്ള ചെറിയ മുറിവുകളോ ഉണ്ടായാൽ പോലും ഉചിതമായ ചികിത്സകളിലൂടെ വളരെ പെട്ടെന്ന് തന്നെ പൂർണ്ണമായ ആരോഗ്യവും ശാരീരിക ഉന്മേഷവും ഇവർ വീണ്ടെടുക്കും. 4-ാം ഭാവം ഹൃദയത്തെ സൂചിപ്പിക്കുന്നത് കൊണ്ട് അമിതമായ ഉത്കണ്ഠ കാരണം ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ വരാതെ നോക്കണം. ഉറക്കക്കുറവായിരിക്കും വ്യാഴമാറ്റ ശേഷമുള്ള പ്രധാന വില്ലൻ. ജോലിയിൽ പ്രമോഷനോ മറ്റോ ലഭിക്കുക നിമിത്തമോ ജോലിയിലെ ഉത്തരവാദിത്ത വർധനവ് നിമിത്തമോ അവധി ദിവസവും ജോലിക്കാര്യത്തിൽ മേൽനോട്ടം വഹിക്കേണ്ടതായ സ്ഥിതിവിശേഷം വന്നു ചേർന്നേക്കാം. ജോലി സംബന്ധമായും സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും ചില പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണിത്. അത്തരം പ്രലോഭനങ്ങളിൽപ്പെട്ട് പണം കടം കൊടുക്കുകയോ പാരിതോഷികങ്ങൾ സ്വീകരിക്കുകയോ മറ്റോ ചെയ്താൽ മാനഹാനിക്ക് സാധ്യതയുണ്ട് എന്ന കാര്യം സദാ ഓർമ്മ വേണം. എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച തൊഴിൽ വിജയം, അത്തരം കോഴ്സുകളും മറ്റും പഠിച്ചു പൂർത്തിയാക്കുന്നവർക്ക് മികച്ച ശമ്പളത്തിൽ ജോലി ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകുന്ന ഒരു സമയമാണ്. പഠനകാര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം വീടും നാടും വിട്ട് മാറി നിൽക്കേണ്ട അവസ്ഥകളും ഉണ്ടായേക്കാം. എന്നിരുന്നാലും ഇത്തരം മാറ്റങ്ങൾ നിമിത്തം പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും ഉത്സാഹവും കൈവരുന്നതാണ്. 9-ാം ഭാവാധിപത്യം വഹിച്ച വ്യാഴത്തിന് അഷ്ടമഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ലഭിക്കാൻ ഇടയായേക്കാം. ലോട്ടറി, ബിസിനസ് ഓർഡർ, വസ്തു കച്ചവടം മുതലായവയിൽ നിന്നും മികച്ച ലാഭം പ്രതീക്ഷിക്കാം. തൊഴിൽ സംബന്ധമായി ഇതുവരെ ഉണ്ടായിരുന്ന തർക്കങ്ങളും പ്രശ്നങ്ങളുമെല്ലാം വ്യാഴമാറ്റത്തോടെ മാറുന്നതാണ്. എന്നിരുന്നാലും ഇവർക്ക് ജോലിയിൽ മാനസികമായി പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ ഇടയായേക്കും. വ്യാഴത്തിന് 12-ാം ഭാവാധിപത്യം കൂടി ഉള്ളതിനാൽ ഇവർ പ്രാണായാമം, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ നിത്യവും പഠിച്ച് അത് ചെയ്യുന്നത് ഏറ്റവും ഗുണപ്രദമാണ്. അപ്രകാരം ചെയ്യുന്നതിലൂടെ മാനസികമായി വളരെ സന്തോഷം കൈവരിക്കുന്നതിനും എല്ലാവിധ പ്രതിസന്ധികളെ നേരിടുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ്. വ്യാഴത്തിന് മേടക്കൂറുകാരുടെ 12-ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ അമിതമായി വന്ന് ഭവിച്ചേക്കാവുന്ന ചിലവുകൾക്ക് ഒരാശ്വാസം ലഭിക്കുന്നതാണ്. എന്നിരുന്നാലും ശനി കൂടി അനുകൂലമല്ലാത്തതിനാൽ വീട് പണിയുന്നതിനോ വലുതായ ലോണുകളോ മറ്റോ എടുക്കുന്നതിനും അല്പാൽപമായി അവ വീട്ടിൽ തുടങ്ങുന്നതിനും ഈ കാലഘട്ടത്തിൽ ഇടയായേക്കാം. ഇവർക്ക് ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ വാഹനത്തിന് റിപ്പയർ, അതല്ലെങ്കിൽ സ്വന്തമായി സ്ഥലം വാങ്ങിയിടുന്നതിനായി കുറച്ചധികം പണം ആവശ്യമായി വന്നേക്കാം. അതിനാൽ തന്നെ സാധിക്കുന്നവർ കുറച്ചു പണം അനാവശ്യ കാര്യങ്ങൾക്കായി ചിലവഴിക്കാതെ ഇത്തരം കാര്യങ്ങൾക്കായി മാറ്റിവെക്കുന്നത് വളരെ ഗുണപ്രദമാണ്. വാക്കും പ്രവൃത്തിയും വ്യത്യസ്തമാകുന്ന ചില നിമിഷങ്ങൾ വന്നേക്കാം. എന്നാൽ പരമാവധി ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ജീവിത ചിലവ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ആർഭാടങ്ങൾ കുറയ്ക്കുകയും നിത്യചിലവിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതിനും ഈ സമയം ഇടയാകുന്നതാണ്. മേടക്കൂറുകാർ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ രാജഗോപാല മന്ത്രാർച്ചനയോ അതല്ലെങ്കിൽ സംവാദ സൂക്താർച്ചനയോ കഴിപ്പിക്കുന്നത് വളരെ ഗുണം ചെയ്യും. വ്യാഴം മാറ്റം പ്രാപിച്ച ശേഷവും ദോഷഫലങ്ങൾ തുടരുകയാണെങ്കിൽ കുറഞ്ഞത് വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം പതിവാക്കുക. നിങ്ങളൊരു വിഷ്ണു ഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത്.